രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. വർഷാണി നവപഞ്ച വർഷാണി പരമപ്രീത്യ സ്ഥാസ്യാമി വചനേ തവ. അങ്ങനെ 14 വർഷം അവിടെ വിഹരിച്ച് ആ കാനന ജീവിതത്തെ സഫലമാക്കി പൂർണ്ണമായും ആസ്വദിച്ച ശേഷം അമ്മേ, ഞാൻ അമ്മയുടെ മുന്നിൽ വരും, തിരിച്ച് അയോധ്യയിലേക്ക് വരും, എന്നിട്ട് അമ്മയുടെ ആജ്ഞകളെന്തോ അത് അനുസരിക്കാനായിട്ട് അമ്മയുടെ മുന്നിൽ തൊഴുകയോടുകൂടി നിൽക്കും. അതുകൊണ്ട് ഈ രാമൻ അമ്മയുടെ മുന്നിൽ വരും, ഇതാ ഉറപ്പു പറയാണ്. എന്നെ ഒരിക്കലും അമ്മ പിരിയുന്നില്ല. ഞാൻ എവിടെ പോയാലും അമ്മ എൻ്റെ ഹൃദയത്തിലുണ്ട്. എനിക്കറിയാം, ഞാൻ എവിടെ പോയിരുന്നാലും അമ്മയുടെ ഹൃദയത്തിൽ ഞാനുമുണ്ട് എന്നുള്ളത്. അതിനാൽ അമ്മയും ഞാനും ദൂരങ്ങളിലല്ല, ശരീരം കൊണ്ട് ദൂരങ്ങളിലായിരുന്നാലും, ദൂരങ്ങളിലല്ല, ശരീരം കൊണ്ടുള്ളതായ ദൂരം പോലും 14 വർഷം കഴിയുമ്പോഴേക്കും ഇല്ലാതായിത്തീരും. അമ്മയുടെ മുന്നില് ഞാൻ വന്നു ചേരും, അമ്മയുടെ ആജ്ഞകൾ അനുസരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പ്രിയപ്പെട്ട മകൻ അമ്മ ചെയ്യേണ്ടതായ കർത്തവ്യം, കൗസല്യ ചെയ്യേണ്ടതായ കർത്തവ്യം, മഹാരാജാവിനോട്, ഭർത്താവിനോട് ഒരു ഭാര്യ ചെയ്യേണ്ടതായ കർത്തവ്യം അത് ഓർമ്മിപ്പിച്ച് പത്നീധർമ്മത്തെ ഉപദേശിച്ച് ആ കൊട്ടാരത്തിൽ തന്നെ വസിച്ച് അച്ഛനെ ശുശ്രൂഷിക്കണം എന്ന് രാമൻ പറഞ്ഞപ്പോ പിന്നെ കൗസല്യക്ക് വേറെ മാർഗമില്ല. എങ്കിലും കൗസല്യക്ക് രാമനെ പിരിയുന്നത് സഹിക്കാനാകുന്നുമില്ല. അപ്പോ കൗസല്യ കണ്ണിൽ നിന്നിട്ട് ധാരധാരയായിട്ട് കണ്ണുനീര് അപ്പോഴും പ്രവഹിപ്പിക്കുകയാണ്. ആ കൗസല്യ, അങ്ങേയറ്റം ദുഃഖിതയായ കൗസല്യ രാമനോട് പറഞ്ഞു, അല്ലയോ രാമ, ഗമനേ സുഹൃതം ബുദ്ധിം നതേ ശക്നോമി പുത്രക വിനിവർത്തയതും വീര നൂനം കാലോ ദുരത്യയ. അല്ലയോ കുഞ്ഞെ, നീ ധർമ്മത്തിന്റെ ആ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും നീ ഇതാ കാനനത്തിലേക്ക് പോകാനായിട്ട്, എന്റെ അടുക്കൽ നിന്ന് ദൂരേക്ക് പോകാനായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. വേർപാട് മൂലം എനിക്കുണ്ടാകുന്നതായ ദുഃഖത്തെ ഒഴിവാക്കാൻ ഞാൻ എല്ലാ പ്രകാരത്തിലും ശ്രമിച്ചു. നീ പോകരുതെന്ന് പറഞ്ഞു, നീ ഇവിടെ പാർക്കണമെന്ന് പറഞ്ഞു. അത് സാധ്യമല്ലെന്ന് നീ പറയുമ്പോഴേക്കും ഞാനും നിന്നോടൊപ്പം വരുന്നു എന്ന് പറഞ്ഞു. അതും നീ അനുവദിക്കുന്നില്ല. നിന്നെ നിന്റെ തീരുമാനത്തിൽ നിന്നിട്ട്, അല്ലയോ മകനെ, പിന്തിരിപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും. നീ പറഞ്ഞതെല്ലാം സത്യമാണ്, നീ പറഞ്ഞതെല്ലാം ധർമ്മമാണ്. ധർമ്മത്തിന്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് കടന്നു ചിന്തിക്കുമ്പോൾ നീ പറഞ്ഞ വാക്കുകളെ ഒരിക്കലും തള്ളിക്കളയാനാവുന്നില്ല. അതുകൊണ്ട് ഒരു പ്രകാരത്തിലും നിന്റെ കാനനയാത്രയെ തടയാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. എന്തു ചെയ്യാം? ഞാൻ ആഗ്രഹിച്ചില്ലെങ്കിലും അത് സംഭവിക്കുന്നു. കാലത്തിന്റെ ബലം വളരെ വലുതാണ്. കാലത്തിന്റെ പ്രചണ്ഡമായ ശക്തി, അതിന് ലോകത്തിൽ സമസ്ത ചരാചരങ്ങളും കീഴ്പ്പെട്ടിരിക്കുന്നു. കാലം ഓരോരുത്തരിലും വരുത്തുന്നതായ അനുഭവങ്ങളെ പൂർണ്ണമായും തടയണമെന്നും ഒഴിവാക്കണമെന്നും ആരെത്രയൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാലും അത് സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിന്നെ പിന്തിരിപ്പിക്കാൻ എനിക്ക് കഴിയാതെ പോയിരിക്കുന്നതും. അല്ലയോ മകനെ, ഗച്ഛപുത്ര ത്വം ഏകാഗ്രോ ഭദ്രം തേസ്തു സദാ വിഭോ. അല്ലയോ മകനെ, നീ അച്ഛനെ സത്യപ്രജ്ഞനാക്കാൻ വേണ്ടി നിന്റെ കർത്തവ്യം പൂർണ്ണമായും സഫലമാക്കാൻ വേണ്ടി
അല്ലയോ കുഞ്ഞെ, നീ പൊയ്ക്കൊള്ളുക. ഏകാഗ്രമായ മനസ്സോടുകൂടി, ധർമ്മത്തിൽ ഉറച്ചതായ മനസ്സോടുകൂടിയിട്ട് നീ കാനനത്തിലേക്ക് പൊയ്ക്കൊള്ളുക. നിനക്ക് ഭദ്രം തേസ്തു, നിനക്ക് അങ്ങേയറ്റത്തെ സുരക്ഷിതത്വം ഉണ്ടാകട്ടെ. ശാരീരികമായും മാനസികമായും ബൗദ്ധികമായും അധ്യാത്മമായും ഒക്കെ എല്ലാ പ്രകാരത്തിലുമുള്ളതായ സുരക്ഷിതത്വം നിനക്കുണ്ടാകട്ടെ. അതിഭൂതമായ ദുഃഖങ്ങൾ നിന്നെ ബാധിക്കരുത്. അതിഭൂതമായ ദുഃഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള മറ്റു മനുഷ്യര്, മൃഗങ്ങള്, പക്ഷികള് തുടങ്ങിയവയിൽ നിന്ന് ഉണ്ടാകുന്നതായ വിപത്തുകൾ അത് നിന്നെ ബാധിക്കാതിരിക്കട്ടെ. അതിദൈവമായ ദുഃഖങ്ങൾ നിന്നെ ബാധിക്കാതിരിക്കട്ടെ. പ്രകൃതിയുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് ദേവന്മാരാണ്. അവരുടെ ആ പ്രവർത്തനത്തിന്റെ വിശേഷം മൂലം നിനക്ക് ഒരു പ്രകാരത്തിലും വിപത്തുകൾ ഉണ്ടാകാതിരിക്കട്ടെ. അതേപോലെ അധ്യാത്മമായ ദുഃഖങ്ങളും ഉണ്ടാകാതിരിക്കട്ടെ. അവരവരുടെ അന്തരംഗത്തെ ആസ്പദമാക്കി ഉണ്ടാകുന്ന ദുഃഖങ്ങളാണ് അധ്യാത്മമായ ദുഃഖങ്ങൾ. അവയും നിനക്കുണ്ടാകാതിരിക്കട്ടെ. അതാണ് ഭദ്രം തേ. നിന്റെ ജീവിതം അങ്ങേയറ്റം എല്ലാ തലത്തിലും എല്ലാ പ്രകാരത്തിലും ഭദ്രമായിരിക്കട്ടെ. എപ്പോഴും ഭദ്രമായിരിക്കട്ടെ. അല്ലയോ രാമ, പുനസ്ത്വയി നിവൃത്തേതു ഭവിഷ്യാമി ഗതക്ലമ. നീ 14 വർഷം ചെല്ലുമ്പോഴേക്കും മടങ്ങി വരും എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ വാക്ക് നീ അതേപോലെ സഫലമാക്കി തീർക്കുമെന്ന് എനിക്കറിയാം. എപ്പോഴാണോ നീ മടങ്ങി വരുന്നത് ഇവിടെ ഈ അയോധ്യയിലേക്ക്, ഈ കൊട്ടാരത്തിനുള്ളിലേക്ക്, അപ്പോൾ എന്റെ ദുഃഖങ്ങളെല്ലാം ഇല്ലാതായിത്തീരും. എന്റെ ക്ലേശങ്ങളെല്ലാം ഇല്ലാതായിത്തീരും. എന്റെ ജീവിതത്തില് ആനന്ദം അപ്പോൾ നിറയും. അല്ലയോ കുഞ്ഞെ, പ്രത്യാഗതേ മഹാഭാഗേ കൃതാർത്ഥേ ചരിതവ്രതേ. മഹാഭാഗ്യശാലിയായ നീ ചെയ്യേണ്ടതായ കർത്തവ്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്ത്, അതാണ് ചെയ്യേണ്ടതെല്ലാം ചെയ്യാൻ കഴിയുമ്പോഴാണ് കൃതാർത്ഥത ആർക്കും വന്നു ചേരുക. അങ്ങനെ കൃതാർത്ഥനായിട്ട് അങ്ങേറ്റം ശ്രേയസ്കരമായിരിക്കുന്ന ജീവിതചര്യ അതോടുകൂടിയവനായിട്ട് വ്രതം പോലെ തന്നെ സർവവും പരിപൂർണമായിട്ടും പരിപാലിച്ചിട്ട്, അല്ലയോ കുഞ്ഞെ, പിതൃ ആന്ത്രണ്യതാം പ്രാപ്തേ. പിതാവിനോട് ചെയ്യേണ്ടതായ ആ കർത്തവ്യങ്ങളെല്ലാം പൂർണ്ണമാക്കി കഴിയുമ്പോൾ, ഈ ലോകത്തിലെ എല്ലാവരും പല പ്രകാരത്തിലുള്ളതായ കടങ്ങളോടുകൂടിയാണ് ജനിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ രാമായണ ചർച്ചയിൽ തന്നെ അത് പലതവണ നമ്മൾ ഓർത്തിട്ടുള്ളതാണ്. പിതാവിനോടുള്ളതായ ഋണം എന്താ, അതെങ്ങനെയാ വീട്ടുക? പിതാവിനോടുള്ളതായ കടം എങ്ങനെയെന്ന് പറഞ്ഞാൽ, പിതാവിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാ വിദ്യകളും പഠിച്ച് നല്ല സ്വഭാവത്തോടു കൂടിയവനായിട്ട് പിതാവ് ഏൽപ്പിക്കുന്നതായ കർത്തവ്യത്തെ ഭംഗിയായി നിർവഹിച്ച് എന്ന് മാത്രമല്ല, അതേ പ്രകാരത്തിലുള്ള സന്താനങ്ങൾക്കും ജന്മം നൽകി അവരെയും അതേ പ്രകാരത്തിൽ വളർത്തി. അങ്ങനെയാണ് പിതാവിനോടുള്ള കർത്തവ്യത്തെ, ഋണത്തെ സമ്പൂർണമായിട്ടും നിറവേറ്റാനാവുക. അങ്ങനെ നീ പിതാവിനോട് അനുഋണനായി, ഋണമെല്ലാം ഇല്ലാത്തവനായി തീർന്ന് പിതാവിനോട് ചെയ്യേണ്ടതായ കർത്തവ്യങ്ങളെല്ലാം നിർവഹിച്ച് ആ കടമകളെല്ലാം തീർത്ത് നീ ഇവിടെ സുഖമായിട്ട് ഈ അയോധ്യയിൽ വസിക്കും. അല്ലയോ കുഞ്ഞെ, അന്നാണ് എനിക്കും പരമമായിരിക്കുന്ന ആനന്ദം ഉണ്ടാവുക. തുടർന്ന് കൗസല്യ ശ്രീരാമചന്ദ്രന് വനയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള അനുവാദം നൽകുകയാണ്. ഇപ്പോൾ കേട്ടതായ വാക്കുകളിൽ തന്നെ അനുവാദം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഒന്നുകൂടി ഉറപ്പായി കൗസല്യ പറഞ്ഞിട്ട്, സകല ദേവതമാരോടും പ്രാർത്ഥിക്കുകയാണ് ആ അമ്മ. ശ്രീരാമന്റെ ഏറ്റവും ത്യാഗസുരഭിലമായിരിക്കുന്ന ഈ ജീവിതം ഏറ്റവും വലിയ ത്യാഗമാണ് രാമൻ ചെയ്തത്. രാമൻ അതിനെ ത്യാഗമായിട്ട് കാണുന്നില്ല എങ്കിലും, തന്റെ കർത്തവ്യമായിട്ട് മാത്രമാണ് രാമൻ കാണുന്നത്. എങ്കിലും ഏറ്റവും വലിയ ത്യാഗമാണത്. ആ ജീവിതത്തില് സകല ദേവന്മാരും രാമന്
അനുഗ്രഹം ചൊരിയണം, എല്ലാവരും രാമനെ സംരക്ഷിക്കണം എന്ന് ആ അമ്മ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് വനയാത്രയ്ക്ക് രാമന് അനുവാദം കൊടുക്കുന്നത്. ഒരു സർഗത്തിലാണ് ഈ പ്രാർത്ഥന മുഴുവൻ. വളരെ വിസ്തരിച്ചുള്ളതായ പ്രാർത്ഥനയാണത്. വേദമന്ത്രങ്ങളെല്ലാം അതിനകത്ത് അനുരണനം ചെയ്യുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഉപനിഷത്തിലെ മന്ത്രങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് മുഴങ്ങി കേൾക്കാൻ സാധിക്കും. ആ ഓരോ പ്രാർത്ഥനയുടെയും അർത്ഥതലങ്ങൾ അങ്ങ് പരമാത്മാവിൽ വരെ എത്തിച്ചേരും. വാൽമീകിയുടെ വാക്കുകൾ അങ്ങനെയുള്ളതാണ്.